ഹായ് ഗൈസ്, എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ കുറഞ്ഞ ചേരുവയിൽ പെട്ടെന്നൊരു കറി എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആ കൂട്ടത്തിൽ അയല ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കറി എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു 3 തക്കാളിയാണ് കേട്ടോ എടുത്തത്. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി. അപ്പോൾ ചട്ടി നല്ല പോലെ ചൂടായ ശേഷം അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് പൊട്ടി കഴിഞ്ഞ ശേഷം അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ശേഷം അല്പം ഉപ്പിട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർക്കാം. നല്ല പോലെ വഴറ്റിയെടുക്കണം കേട്ടോ. തക്കാളി മാത്രമായതുകൊണ്ട് പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പാകം നോക്കിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ശേഷം മുളക് പൊടി, അതും പാകം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല പോലെ വീണ്ടും ഇളക്കി കൊടുക്കാം. അത്യാവശ്യം നല്ല പാകമായിട്ടുണ്ട്. ഇനി അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ചെറിയ പീസ് പുളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്നിളക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നോക്കിയപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്, വറ്റിയുണ്ട്, നല്ല പോലെ വറ്റിയുണ്ട് കേട്ടോ. ഇനി റെഡിയാക്കി വെച്ച മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മീനെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം അപ്പോൾ ഒരു 5 മിനിറ്റ് സമയം കറി ഒന്ന് തിളച്ച ശേഷം കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അയല കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അല്പം മല്ലിച്ചപ്പ്, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം കൂടി ഇട്ടിട്ടാണ് കേട്ടോ നമുക്കിതിലേക്ക് ഉള്ള അരപ്പ് തയ്യാറാക്കുന്നത്. അല്പം സുർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഉപ്പും പാകം നോക്കിയിട്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. അരപ്പ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഉപ്പ് ഞാൻ നേരത്തെ കുറച്ച് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോരാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ അരപ്പ് റെഡിയാക്കിയതിന് ശേഷം ഈ മീനിലേക്ക് നമുക്ക് പുരട്ടി കൊടുക്കാം. മുളക് പൊടി തീരെ ചേർത്തില്ല കേട്ടോ, പച്ചമുളകാണ് ചേർത്തത്. നല്ല പച്ച കളറായിട്ടാണ് നിൽക്കുന്നുണ്ട്. ഇതൊരു നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ മല്ലിച്ചപ്പിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അരച്ചെടുത്താൽ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ചേർത്ത് അരച്ചെടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാ മീനിലും ഒരേപോലെ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഏകദേശം എല്ലാത്തിലും തേച്ച് കഴിയാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ അയല ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.